ഏവർക്കും നമസ്കാരം. ഉന്മത്തൻ സദ്ഗുരു മോഹൻജി എഴുതിയ ആത്മകഥാപരമായ ഈ ഒരു ഗ്രന്ഥത്തിൻ്റെ അടുത്ത അധ്യായമാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പാരായണം ചെയ്യുന്നത്. അധ്യായം 20. അഘോര ബാബാജിയും രാമശാസ്ത്രിയും. പാണ്ഡുരംഗൻ്റെ സംസ്കാരത്തിനു വേണ്ട സാധനങ്ങൾ അരുണനും രാമശാസ്ത്രിയും കൂടി സംഘടിപ്പിക്കുകയായിരുന്നു. അരുണൻ രാമശാസ്ത്രിയോട് ആത്മാനന്ദൻ തൻ്റെ ഈ വാക്കുകൾ കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചു. രാമ, 2 പടി മുകളിലും 2 പടി താഴെയും 1 പടി നടുവിലും നിനക്കുള്ളത് ഇതാണ്. 5 പടി കടക്കുമ്പോൾ നീ ഞാനാകും. 9 പടി മുകളിലും 8 പടി താഴെയും 1 പടി നടുക്കും. ഈ പടികൾ പൂർത്തിയാക്കിയാൽ നീ എൻ്റെ അച്ഛനാകും. എൻ്റെ അച്ഛനും ഞാനും ഒന്നാണ്. രാമൻ മറുപടി പറഞ്ഞു, നിങ്ങളോടൊപ്പം നടക്കുന്ന ഗുരു പറഞ്ഞ ഈ സൂത്രവാക്യത്തിനെ വിശദീകരിക്കുവാനുള്ള അർഹത എനിക്കുണ്ടോ എന്നെനിക്കറിയില്ല. അദ്ദേഹം പരമോന്നതനായ സാക്ഷാൽ ദത്താത്രേയ ഭഗവാൻ തന്നെയാണ്. അദ്ദേഹം വാസ്തവത്തിൽ ത്രിമൂർത്തികളാണ്: ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ. എനിക്കറിയാവുന്നതുപോലെ ഞാൻ വിശദീകരിക്കാം. കുറവുകളുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഭൂമിയിലെ നമ്മുടെ ഏറ്റവും ആദ്യത്തെ ജനനം മുതൽ ഏറ്റവും അവസാനത്തെ ജന്മം വരെ പല ജന്മങ്ങളിൽ നിന്നുമുള്ള പല കാര്യങ്ങളുടെയും പൂർത്തീകരണം നേടിക്കഴിയുന്നതോടെ അന്തിമമായ പൂർണ്ണതയിലെത്തുന്ന ആത്മാവ് പരമമായ ആത്മബോധത്തിൽ ലയിക്കുന്നു. 18 പൂർണ്ണതയെ ദ്യോതിപ്പിക്കുന്നു. എന്തെന്നാൽ പ്രകൃതിക്ക് 18 വശങ്ങളുണ്ട്. പഞ്ചേന്ദ്രിയങ്ങൾ, നമ്മുടെ മനോകോശം, അതായത് മനോബുദ്ധി അഹങ്കാരങ്ങൾ. ഏറ്റവും ശക്തമായ, വളരെ അപകടകാരികളായ മനുഷ്യ അസ്തിത്വത്തിൻ്റെ ശത്രുക്കൾ കാമം, അതായത് ഭൗതികമായ ഉത്കർഷേച്ഛ, ക്രോധം, ലോഭം, അതായത് അത്യാഗ്രഹം, മോഹം, ബന്ധങ്ങൾ, മതം, അതായത് ഭോഗേച്ഛ, മാത്സര്യം, അഹങ്കാരം, അസൂയ. 3 ഗുണങ്ങൾ: സത്വം, രജസ്, തമസ്. പിന്നെ പ്രവർത്തിക്കുന്ന അവബോധം, അതായത് ജാഗ്രത്, ഉണർന്നിരിക്കുന്ന സ്ഥിതി, സ്വപ്നം, സുഷുപ്തി, അതായത് സ്വപ്നങ്ങളില്ലാത്ത ആഴത്തിലുള്ള നിദ്രയുടെ സ്ഥിതി. പ്രത്യക്ഷമായ ഒരു ശരീരവും അതിനോടൊപ്പം ലോകത്തെ അറിയാനുള്ള ഇന്ദ്രിയങ്ങളും നമുക്കുണ്ട്. പിന്നെ നമുക്ക് മനോമയ കോശമുണ്ട്. മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്ന 3 ഉപാധികളുള്ളത്. ഇവ ഇന്ദ്രിയങ്ങളിലൂടെ നമ്മളിലേക്ക് എത്തുന്നതിനെയെല്ലാം കൈകാര്യം ചെയ്തെടുക്കുന്നു. നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ ദഹിപ്പിക്കുന്നത് പോലെ മനസ്സ് വികാരങ്ങളെയും ബുദ്ധി അറിവിനെയും അഹങ്കാരം ഉടമസ്ഥതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയും കൈകാര്യം ചെയ്യുന്നു. എന്ന് തന്നെയല്ല, ഓരോ വ്യക്തിക്കും ഓരോ തരത്തിലുള്ള മനോനിലയാണ്. 3 ഗുണങ്ങൾ നമ്മളുടെ സ്വഭാവത്തെയും ഘടനയെയും സൃഷ്ടിച്ച് നമ്മെ ഓരോരുത്തരെയും വൈശിഷ്ട്യമുള്ളവരാക്കുന്നു. ഓരോ ജീവിയും ഈ 3 ഗുണങ്ങളുടെ വ്യത്യസ്തങ്ങളായ സമ്മിശ്രണങ്ങളാണ്. ഈ സമ്മിശ്രണങ്ങൾ എല്ലാം തന്നെ പ്രാധാന്യമുള്ളതും അസ്തിത്വത്തിനെ പോഷിപ്പിക്കുന്നതുമാണ്. മനോകോശവും 3 ഗുണങ്ങളും നമ്മുടെ സൂക്ഷ്മ വശത്തെയും ഉണ്ടാക്കിയെടുക്കുന്നു. നമ്മെ ബന്ധിപ്പിച്ച് നമ്മളുടെ മോക്ഷത്തിന് തടസ്സം നിൽക്കുന്ന 8 ശത്രുക്കളെയും മല്ലിടണം. മാത്രമല്ല, പ്രവണതകൾ, മുൻവിധികൾ, വികാരങ്ങൾ, വിചാരങ്ങൾ, ഓർമ്മകൾ, അങ്ങനെ ഉള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന എല്ലാറ്റിനെയും നേരിടണം. അവസാനമായി നമ്മൾക്ക് ദിവസത്തിൽ 24 മണിക്കൂറും ഉണർവ്, സ്വപ്നം, ഗാഠനിദ്ര എന്നീ 3 സ്ഥിതികളിൽ പ്രവർത്തിക്കുകയും മനോബുദ്ധിയഹങ്കാരങ്ങൾ എന്ന സൂക്ഷ്മവശങ്ങളെ കൈകാര്യം ചെയ്യുകയും തുണയ്ക്കുകയും ചെയ്യുന്ന അവബോധത്തിൻ്റെ വശവുമുണ്ട്. മൊത്തത്തിൽ ഓരോ വ്യക്തിക്കും അനന്യമായ പ്രകൃതമാണുള്ളത്. നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ വ്യത്യസ്തമായി നിലകൊള്ളുന്ന പ്രകൃത്യങ്ങളെയും ഒന്നായി നിലകൊള്ളുന്ന പ്രകൃതിയെയും അടിസ്ഥാനപ്പെടുത്തി സ്ഥിതി ചെയ്യുന്നു. ഇവിടെയാണ് നമ്മൾ പാതയില്ലായ്മയിൽ നിന്നും പാതയില്ലായ്മയിലേക്ക് പുരോഗമിക്കുന്നത്. പുറത്തെ പ്രകൃതിയിൽ നിന്നും ഉള്ളിലെ പ്രകൃതിയിലേക്ക് സഞ്ചരിച്ച് അതിസൂക്ഷ്മമായ പ്രകൃതിയെയും തരണം ചെയ്തിട്ടാണ് നമ്മൾ ബ്രഹ്മത്തെ പ്രാപിക്കുന്നത്. 18 എന്നാൽ 1ഉം 8ഉം, അതായത് 9. അസ്തിത്വത്തിൻ്റെ പരിപാലനത്തിനായുള്ള വിഷ്ണുവിൻ്റെ 9 അവതാരങ്ങളെയാണ് അത് സൂചിപ്പിക്കുന്നത്. മത്സ്യം, ജലജീവി; കൂർമ്മം, ഉഭയജീവി; വരാഹം, അതായത് മൃഗം; നരസിംഹം, അതായത് പാതി മൃഗം പാതി മനുഷ്യൻ; വാമനൻ, കുറിയ ആൾ; പരശുരാമൻ, മൃഗമായ മനുഷ്യൻ; രാമൻ, ദിവ്യ മനുഷ്യൻ; കൃഷ്ണൻ, ദൈവമനുഷ്യൻ. ഇവയാണ് 9 അവതാരങ്ങൾ. പരിണാമത്തിൻ്റെ പാതയിലെ പുരോഗതിയും സാംസ്കാരീകരണവുമാണ് ഇവർ ദ്യോതിപ്പിക്കുന്നത്. പിന്നെ വരുന്നതാണ് കൽക്കി, മഹാവിഷ്ണുവിൻ്റെ അവസാനത്തെ അവതാരം. മറ്റ് 9 അവതാരങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കൽക്കി എന്നത് ഒരു വ്യക്തിയല്ല, പകരം മുക്തിയെ സൂചിപ്പിക്കുന്ന ഒരു സന്ദർഭമാണ്. 10
അതായത് 1+0 എന്നാൽ 1, ഐക്യം അല്ലെങ്കിൽ മൂലരൂപത്തിലേക്കുള്ള തിരിച്ചുപോക്ക്. മുക്തിയുടെ പാതയിൽ നാം ഈ 9 പടികൾ ചവിട്ടിക്കയറണമെന്ന് അദ്ദേഹം എന്നെ ഓർമ്മിപ്പിച്ചു. ഞാൻ ഇനിയും 9 ജന്മങ്ങൾ എടുത്തേക്കും എന്നും നമ്മുടെ ഗുരു സൂചിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്താലും കൃപയാലും കൂടുതൽ ജന്മങ്ങൾ വേണ്ടിവരാതെ ഈ ജന്മത്തിൽ തന്നെ ഞാൻ അവയെ മറികടക്കും. അതില്ലെങ്കിലും എനിക്ക് വിഷമമില്ല. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹമുള്ളിടത്തോളം 1,00,000 ജന്മങ്ങൾ എടുക്കുവാനും ഞാൻ തയ്യാറാണ്. പ്രായമായ ആ വ്യാപാരിയുടെ അറിവിനോടും ജ്ഞാനത്തിനോടും അരുണന് ആദരവ് തോന്നി. അയാൾ പൂർണ്ണമായും ആത്മാനന്ദനെ അറിഞ്ഞിരിക്കുന്നു. ആത്മാനന്ദനെ കണ്ട നിമിഷം മുതൽ സമയം ഒട്ടും കളയാതെ ഉടൻ തന്നെ അദ്ദേഹവുമായി അയാൾ ബന്ധം സ്ഥാപിച്ചു എന്നതും അരുണൻ ശ്രദ്ധിച്ചിരുന്നു. തീർച്ചയായും എല്ലാം ഗുരുദേവന്റെ കാരുണ്യം കൊണ്ടാണ് എന്നതും അരുണൻ അറിയാമായിരുന്നു. ഇത് മനസ്സിലാക്കുക എളുപ്പമല്ല. എന്തെന്നാൽ ആത്മാനന്ദൻ യാതൊരു പ്രകടനങ്ങളും നടത്തിയിരുന്നില്ല. കൗപീനം മാത്രം ധരിച്ചുകൊണ്ട് അദ്ദേഹം ചുറ്റി നടന്നു. അതിനാൽ പലപ്പോഴും അദ്ദേഹത്തെ ആൾക്കാർ കാര്യമായി എടുത്തില്ല. എങ്കിലും ഈ വ്യാപാരി അദ്ദേഹത്തെ നിമിഷ നേരം കൊണ്ട് മനസ്സിലാക്കി. മാത്രമല്ല, ആത്മാനന്ദന്റെ സംഘം മേടിച്ച മധുരപലഹാരങ്ങൾക്ക് അയാൾ ആത്മാനന്ദന്റെ കയ്യിൽ നിന്നും പണവും വാങ്ങിയില്ല. അരുണനും കാളികാനന്ദൻ എന്നു പേരായ മറ്റൊരു അനുയായിക്കും രാമശാസ്ത്രിയുടെ ഗുരുവിനെപ്പറ്റി അറിയാൻ കൗതുകമുണ്ടായിരുന്നു. പാണ്ഡുരംഗന്റെ സംസ്കാരത്തിന്റെ തയ്യാറെടുപ്പിനിടയിൽ രാമശാസ്ത്രി ആ കഥ പറഞ്ഞു. നമ്മുടെ ഗുരുവിന് അദ്ദേഹത്തെ അറിയാം. ഇദ്ദേഹം തന്നെയാണ്. ആർക്കും അദ്ദേഹത്തിന്റെ പേരറിയില്ലായിരുന്നു. ഗ്രാമീണർ അദ്ദേഹത്തെ അഘോര ബാബ എന്ന് വിളിച്ചിരുന്നു. എന്തെന്നാൽ അദ്ദേഹം മിക്കവാറും വിവസ്ത്രനായിരുന്നു. ചിലപ്പോൾ വിചിത്രമായ വസ്ത്രങ്ങൾ ധരിച്ച് കാണപ്പെട്ടിരുന്നു. അദ്ദേഹം കയ്യിൽ ഒരു തലയോട്ടി കൊണ്ടു നടന്നിരുന്നു. ജനങ്ങൾക്ക് അദ്ദേഹത്തെ പേടിയായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് ആത്മീയ ശക്തികൾ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അദ്ദേഹം എൻ്റെ ഗുരുവൊന്നുമായിരുന്നില്ല. എന്തെന്നാൽ 5ഓ 6ഓ വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ബാലകനായിരുന്നു ഞാനപ്പോൾ. എനിക്ക് 13-14 വയസ്സാകുമ്പോഴേക്കും അദ്ദേഹം തൻ്റെ ശരീരം വിട്ടുപോയിരുന്നു. തൻ്റെ അനുയായികളുമൊത്ത് അദ്ദേഹം പെട്ടെന്ന് അപ്രത്യക്ഷനായി എന്നാണ് ചിലർ പറയുന്നത്. ആരും അദ്ദേഹത്തെ പിന്നീട് ഒരിക്കലും കണ്ടിട്ടില്ല. നമ്മുടെ ഗുരു എന്നേക്കാൾ ശാരീരികമായി പ്രായം കുറഞ്ഞ ആളാണ്. അതിനാൽ അദ്ദേഹം അഘോര ബാബാജിയെ കാണാൻ യാതൊരു സാധ്യതയുമില്ല. ബാബാജി എൻ്റെ മുത്തശ്ശൻ്റെയും അച്ഛൻ്റെയും ഗുരുവായിരുന്നു. എനിക്ക് അദ്ദേഹത്തെ പേടിയായിരുന്നതിനാൽ അദ്ദേഹത്തിൽ നിന്നും ഞാൻ ഒഴിഞ്ഞുമാറി നടന്നിരുന്നു. ഒരു ശ്മശാനത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അദ്ദേഹം മദ്യം വാറ്റി കുടിച്ചിരുന്നു എന്നും പുകവലിച്ചിരുന്നു എന്നും പല സ്ത്രീകളുമായി ശയിച്ചിരുന്നു എന്നുമൊക്കെ ആൾക്കാർ പറയുന്നു. ഏകദേശം 25 പേരോളം അദ്ദേഹത്തിനോടൊപ്പം എപ്പോഴും ഉണ്ടായിരുന്നു. പല പ്രായങ്ങളിലുള്ള സ്ത്രീകളായിരുന്നു കൂടുതലും. ഈ സ്ത്രീകൾ എവിടെ നിന്ന് വന്നു എന്ന് ആർക്കും അറിയില്ല. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ എപ്പോഴും ചുവന്ന് കലങ്ങിയിരുന്നു. മദ്യലഹരിയിൽ എന്ന പോലെ അദ്ദേഹം വിചിത്രമായ പല പൂജകളും, അതായത് പൂർണ്ണനഗ്നനായി ചിതാഗ്നിയിൽ ഹോമങ്ങൾ ചെയ്തിരുന്നതായും ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ അഗ്നിയിൽ നൃത്തം വയ്ക്കുന്നതായും കണ്ടിട്ടുണ്ടെന്ന് ജനങ്ങൾ പറയുന്നു. ശ്മശാനത്തിലെ ഒരു സ്ഥലത്തേക്ക് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അയാൾ തുടർന്നു. ഇതാ ഇവിടെയാണ് അദ്ദേഹം ഒരു കുടില് കെട്ടി ഉറങ്ങിയിരുന്നത്. എൻ്റെ അമ്മയുടെ ഇളയ സഹോദരൻ അദ്ദേഹത്തെ വെറുത്തിരുന്നു. അദ്ദേഹം എൻ്റെ അമ്മയോട് പറയും, ആ ബാബ നമ്മുടെ ഗ്രാമത്തിൽ വേശ്യകളെ സൃഷ്ടിക്കുകയാണ്. അയാൾ പല സ്ത്രീകളുമായി ശയിക്കുന്നു. എല്ലാ പുരുഷന്മാരും സ്ത്രീകളും നഗ്നരായി അയാളോടൊപ്പം പൂജകൾ ചെയ്യുന്നു. അയാൾ മദ്യപിക്കുകയും മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു. ആ ബാബ ദുർമാർഗിയാണ്. അയാളെ പൂജിക്കരുത്. ഇത്തരം വിചിത്രമായ ശീലങ്ങൾ നമ്മുടെ ഈ ചെറിയ രാമനും കണ്ടുപഠിക്കണോ? അച്ഛനോടും മുത്തച്ഛനോടും പറയൂ, അയാൾ പിന്തുടരാൻ പറ്റിയ ഒരു നല്ല ഗുരുവല്ല എന്നത്. ഇതെല്ലാം എൻ്റെ അമ്മയെ ഒരുപാട് ഉത്കണ്ഠപ്പെടുത്തി. ഞാൻ ബാബാജിയെ തിരിച്ചറിയാൻ തുടങ്ങിയപ്പോഴേക്കും അദ്ദേഹത്തിന് 60കളുടെ പ്രായം തോന്നിച്ചിരുന്നു. അദ്ദേഹത്തിന് മുട്ടുവരെ നീണ്ടുകിടക്കുന്ന ജടകെട്ടിയ മുടിയുണ്ടായിരുന്നു. ചിലപ്പോൾ അത് എടുത്ത് തലയിൽ ചുറ്റി കെട്ടുമ്പോൾ മുടി കൊണ്ടുള്ള വലിയൊരു തലപ്പാവ് വച്ചതായി തോന്നിക്കും. അദ്ദേഹത്തിന് പലപ്പോഴും ഭക്ഷണപദാർത്ഥങ്ങൾ പറ്റിപ്പിടിച്ച് വൃത്തിയില്ലാത്ത താടിയും ഉണ്ടായിരുന്നു. മാത്രമല്ല, തീക്ഷ്ണമായ കണ്ണുകളും ദൃഢമായ ശരീരവും ശക്തമായ ആകാരവും മാറത്ത് കത്തികൊണ്ടതുപോലെയുള്ള മുറിവിൻ്റെ പാട് പോരിലേറ്റ കല പോലെ കിടന്നിരുന്നു. അദ്ദേഹത്തോടൊപ്പം ഒരുപാട് സ്ത്രീകൾ ഉണ്ടായിരുന്നു. പലരും കുങ്കുമ നിറത്തിലുള്ള വസ്ത്രം ധരിച്ചവർ. പുരുഷന്മാർ ലഹരി പദാർത്ഥങ്ങളാൽ ഉന്മത്തരായി തോന്നിച്ച് മിക്കവാറും ഒരു അംഗവസ്ത്രം മാത്രം ധരിച്ചു കാണപ്പെട്ടു. ഒരു വിചിത്രമായ സംഘമായിരുന്നു അവരുടേത്. ഞങ്ങളുടെ ആചാര്യൻ്റെ വീട്ടിലേക്കുള്ള വഴി ശ്മശാനത്തിന് അടുത്തുകൂടെ ആയതിനാൽ നിത്യവും എനിക്ക് അതിലൂടെ കടന്നു പോകാതെ നിവൃത്തിയുണ്ടായിരുന്നില്ല. അവിടെ നിന്നും എന്തെങ്കിലും ശബ്ദം കേട്ടാൽ ഞാനും എൻ്റെ സുഹൃത്തുക്കളും ഞെട്ടിപ്പിറയ്ക്കുമായിരുന്നു. ബാബാജി ഞങ്ങളെ കൊന്ന് ഞങ്ങളുടെ മാംസം തിന്നുന്നതായി ഞങ്ങൾ സ്വപ്നം കണ്ടിരുന്നു. എൻ്റെ അമ്മയും അതുപോലത്തെ സ്വപ്നങ്ങൾ കണ്ടിരുന്നു എന്നത് പിന്നീട് ഞാൻ മനസ്സിലാക്കി.
ഒരിക്കൽ അമ്മ അച്ഛനോട് തൻ്റെ സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അച്ഛൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞത് ഞാൻ കേൾക്കാനിടയായി. ബാബാജി സൂര്യനോട് ഇനി ഒരിക്കലും ഉദിക്കേണ്ട എന്ന് പറഞ്ഞാൽ സൂര്യൻ അനുസരിക്കും. ഭൂമിയോട് തിരിഞ്ഞു കറങ്ങാൻ പറഞ്ഞാൽ ഭൂമിദേവി അതനുസരിക്കും. അദ്ദേഹം ഒരു അവതാരമാണ്. അദ്ദേഹത്തെ ഭയപ്പെടേണ്ട. അദ്ദേഹം നമ്മുടെ രക്ഷകനാണ്. നിന്റെ സ്വപ്നങ്ങളിൽ വന്ന് നിന്റെ മാംസം അദ്ദേഹം ഭക്ഷിക്കുകയാണെങ്കിൽ അതൊരു നല്ല സൂചനയാണ്. അതിനർത്ഥം അദ്ദേഹം നിന്നെ സ്വീകരിച്ചു എന്നതാണ്. അത് വെറുമൊരു സ്വപ്നമല്ല. നിന്റെ സ്വപ്നം പ്രതീകാത്മകമാണ്. യഥാർത്ഥത്തിൽ അതൊരു അനുഗ്രഹമാണ്. നിന്റെ മാംസം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്. അത് ഭക്ഷിച്ച് ദഹിപ്പിക്കുന്നത് ജന്മാന്തരങ്ങളെ ഇല്ലാതാക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. ആയിരക്കണക്കിന് ജന്മങ്ങളോളം അനുഭവിക്കേണ്ടത് ബാബാജി ഈ ജന്മത്തിൽ തന്നെ എടുത്തു കളഞ്ഞിരിക്കുന്നു. നിന്നെ അദ്ദേഹം മുക്തയാക്കിയിരിക്കുന്നു. എനിക്ക് 10-12 വയസ്സുള്ളപ്പോൾ സുഹൃത്തുക്കളുമായി ശ്മശാനത്തിൻ്റെ അടുത്ത് കൂടി നടക്കുന്ന സമയത്ത് എങ്ങനെയോ ബാബാജി ഞങ്ങളുടെ തൊട്ടു മുൻപിലെത്തി. അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചുവന്നു കലങ്ങിയ കണ്ണുകൾ ഞങ്ങളെ വിറപ്പിച്ചു. എൻ്റെ ഒരു സുഹൃത്ത് തൻ്റെ ഉടുമുണ്ട് നനയ്ക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് അടുത്തുകൂടെ പതുങ്ങി മാറാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം നിൽക്കൂ എന്ന് ആജ്ഞാപിച്ചു. ഞങ്ങൾ വിറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നോട് അടുത്തു വരാൻ അദ്ദേഹം പറഞ്ഞു. മുട്ടുകൾ കൂട്ടിയിടിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് അടുത്ത് ചെന്നു. എൻ്റെ കൈകൾ മൃദുലമായി ഏറെ സ്നേഹത്തോടെയും കാരുണ്യത്തോടെയും അദ്ദേഹം കൈകളിലെടുത്തു. അദ്ദേഹത്തിൻ്റെ മല്ലമായ ശരീരത്തിൽ നിന്നും പ്രതീക്ഷിച്ചതുപോലെയുള്ള ദുർഗന്ധത്തിന് പകരം ദൈവീകമായ പുഷ്പങ്ങളുടെ സുഗന്ധമാണ് എനിക്ക് കിട്ടിയത്. കാരുണ്യത്തോടെ അദ്ദേഹം എന്നെ നോക്കി. എൻ്റെ പേടിയെല്ലാം പമ്പ കടന്നു. എൻ്റെ കൈകൾ പിടിച്ചുകൊണ്ട് നിങ്ങളുടെ മഹാനായ ഗുരു പറഞ്ഞ അതേ വാക്കുകൾ അദ്ദേഹം ഉരുവിട്ടു. അതേ വാക്കുകൾ. രാമ, 2 പടി മുകളിലും 2 പടി താഴെയും 1 പടി നടുവിലും. നിനക്കുള്ളത് ഇതാണ്. 5 പടി കടക്കുമ്പോൾ നീ ഞാനാകും. 9 പടി മുകളിലും 8 പടി താഴെയും 1 പടി നടുക്കും. ഈ പടികൾ പൂർത്തിയാക്കിയാൽ നീ എൻ്റെ അച്ഛനാകും. എൻ്റെ അച്ഛനും ഞാനും ഒന്നാണ്. ആ വാക്കുകളുടെ അർത്ഥം പൂർണ്ണമായും എനിക്ക് മനസ്സിലായില്ലെങ്കിലും എൻ്റെ ഓർമ്മയിൽ അത് ആഴത്തിൽ കുറിക്കപ്പെട്ടു. അത് സാധ്യമാക്കിയത് അദ്ദേഹമാണ്. അദ്ദേഹത്തെ രഹസ്യമായും പരസ്യമായും കുറ്റപ്പെടുത്തുകയും വെറുക്കുകയും ചെയ്തിരുന്ന എൻ്റെ അമ്മാവനോടും മറ്റുള്ളവരോടും എനിക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ സഹതാപമാണ് തോന്നുന്നത്. ഒരുപാട് ജന്മങ്ങളിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന ആ അവസരം തങ്ങളുടെ ഉപരിപ്ലവമായ പൊരുത്തക്കേടുകളാലും കപടമായ സദാചാര ബോധത്താലും അവരുടെ മുൻവിധികൾക്ക് അനുസൃതമല്ലാത്തതിനാലും അവർ കളഞ്ഞു കുളിച്ചു. അവർ തങ്ങളുടെ മനസ്സിൻ്റെ കൂടുകളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. സ്വയംകൃതമായ ധാരണകളുടെ കൂടുകൾ. ബാബാജിയുടെ ഉദ്ദേശം ഈ ധാരണകളെ തച്ചുടയ്ക്കാനായിരിക്കാം. കടുത്ത അജ്ഞത അവരെ ഈ ജന്മത്തിൽ അത് കാണാൻ അനുവദിച്ചില്ല. അവർക്ക് ഇനിയൊരു അവസരം കിട്ടുമോ? എൻ്റെ അച്ഛനിൽ നിന്നും ഞാൻ വ്യക്തമായി മനസ്സിലാക്കിയത് വ്യർത്ഥമായ പ്രതീക്ഷകൾക്ക് അപ്പുറത്തേക്ക് കാണാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ നമ്മൾ അവസരം നഷ്ടപ്പെടുത്തും. പ്രത്യേകിച്ച് പരബ്രഹ്മമായ ദത്താത്രേയ ഭഗവാന്റെ കാര്യത്തിൽ. എങ്കിലും എല്ലാവരും അത്ര ഭാഗ്യവാന്മാരല്ല. സത്യത്തെ അറിയാനുള്ള കണ്ണുകൾ ഉണ്ടാക്കുക എന്നത് മനുഷ്യ അസ്തിത്വത്തിലെ വലിയൊരു ഭാഗ്യമാണ്. അഘോര ബാബയും നമ്മുടെ മഹാഗുരുവും ഒന്നു തന്നെയാണ്. അദ്ദേഹം എന്നെയും എൻ്റെ കുടുംബത്തെയും വീണ്ടും അനുഗ്രഹിക്കാനായി ഈ രൂപത്തിൽ വന്നതാണ്. എനിക്ക് അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കുവാനുള്ള ഭാഗ്യമുണ്ടായി. മരിക്കുന്നതിന് മുമ്പ് എൻ്റെ മുത്തച്ഛൻ എന്നോട് പറഞ്ഞിരുന്നു, ബാബാജി നിന്നെ ഒരിക്കലും കൈവടിക്കുകയില്ല. എല്ലാ കാലവും അദ്ദേഹം നിന്നെ കാത്തു രക്ഷിക്കും. മരിക്കുന്നതിന് മുൻപായി നീ അദ്ദേഹത്തെ വീണ്ടും കാണും. എൻ്റെ ഹൃദയത്തിൻ്റെ അഗാധതയിൽ നിന്നും അത് സത്യമാണ് എന്ന് എനിക്ക് ബോധ്യമുണ്ടായിരുന്നു. നമ്മുടെ ഗുരു എന്നെ സ്പർശിച്ചപ്പോൾ അതേ സുഗന്ധം ഞാൻ അനുഭവിച്ചു. ഇതെല്ലാം ഒന്നാണ്. എല്ലാം നിസ്സംശയം ദത്തൻ തന്നെ. നമ്മുടെ ധാരണകളെ നശിപ്പിച്ച് നമ്മെ ഉന്നതമായ അവബോധത്തിലേക്ക് നയിക്കുവാനാണ് ബാബാജി വന്നത്. അതുതന്നെ നമ്മുടെ ഗുരുവും ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ വിചിത്രമായ ജീവിതശൈലി തന്നെയും തൻ്റെ അനുയായികളെയും സംരക്ഷിക്കാനാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. അദ്ദേഹത്തോടൊപ്പം ശ്മശാനത്തിൽ കഴിഞ്ഞിരുന്ന നഗ്നരായ പുരുഷന്മാരും സ്ത്രീകളും മനുഷ്യരായിരുന്നില്ല എന്നുകൂടി എനിക്ക് തോന്നുന്നു. അവർ ദേവലോകവാസികളായിരിക്കണം. ദത്തഭഗവാനും അനുയായികളും ഭൗതികമായ അസ്തിത്വം ആസ്വദിക്കുവാൻ വന്നതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ഗുരുവിനെ പോലെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നും ഉയർന്ന സുഗന്ധം നിസ്സംശയവുമായും ദൈവികമായിരുന്നു. ജയ് ഗുരുദേവ ദത്ത. എൻ്റെ ഭഗവാന്റെ മഹാത്മ്യം അറിയുവാനുള്ള ഉൾക്കാഴ്ച ഒരിക്കൽ എനിക്ക് ഉണ്ടാകുമെന്നും എൻ്റെ മനസ്സിൻ്റെ നിസ്സാരമായ സംശയങ്ങൾ എന്നേക്കുമായി ഇല്ലാതാകുമെന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അവർ തങ്ങളുടെ ശരിയായ ഔന്നത്യം പ്രകടമാക്കിയില്ലെങ്കിൽ ഒരു ദത്തഗുരുവിനെ മനസ്സിലാക്കുക എന്നത് ഒരിക്കലും എളുപ്പമല്ല. സ്ഥൂലമായതിൻ്റെ അപ്പുറത്തേക്ക് അത്തരത്തിൽ കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. നിർഭാഗ്യവശാൽ നമ്മുടെ കണ്ണുകൾക്ക് ഉപരിപ്ലവമായ വസ്തുക്കളെ മാത്രമേ കാണാൻ സാധിക്കൂ. ബാബാജി വീണ്ടും പ്രത്യക്ഷപ്പെട്ട് എന്നെ സ്നേഹിക്കുവാനും സ്പർശിക്കുവാനും വന്നെത്തി എന്ന ഉറപ്പിൽ ഞാൻ തൃപ്തനാണ്. എൻ്റെ ജീവിതം ധന്യമായി. നിങ്ങൾക്ക് അറിയാത്ത മറ്റൊരു കാര്യം എന്തെന്നാൽ, ഇന്നലെ ഞങ്ങളുടെ കടയിൽ മധുരപലഹാരങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല.
എല്ലാം ഞങ്ങൾ വിവാഹത്തിനായി കൊണ്ടുപോയിരുന്നു. ഇന്ന് നിങ്ങൾ മേടിച്ചത് മായികമായി പ്രത്യക്ഷപ്പെട്ടതാണ്. എൻ്റെ പൗത്രിക്ക് അതേക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല. അവൾ നിങ്ങൾക്ക് തന്നതൊക്കെ ആ സമയത്ത് അവിടെ ഉണ്ടായി വന്നത് നമ്മുടെ ഗുരുവിൻ്റെ തീരുമാനം ഒന്നുകൊണ്ട് മാത്രമാണ്. അത് തീർച്ചയായും ഒരു അത്ഭുതം തന്നെയാണ്. പാണ്ഡുരംഗൻ മരണത്തിന് മുമ്പ് ഭക്ഷിച്ചത് സാധാരണ പലഹാരങ്ങളല്ല, അവ ദൈവികമായ പലഹാരങ്ങളായിരുന്നു. എന്നു മാത്രമല്ല, പലഹാരങ്ങൾ ധർമ്മത്തിനനുസൃതമായി മേടിക്കേണ്ടതായിരുന്നു. ഒരാൾ മഹാസമാധി പ്രാപിക്കാൻ പോകുന്നതിനാൽ അത് ഒരു ദാനമാകാൻ പാടില്ലായിരുന്നു. അതിനാൽ എൻ്റെ അസാന്നിധ്യത്തിലാണ് അത് സംഭവിച്ചത്. അല്ലെങ്കിൽ ഞാൻ പണം വാങ്ങാതിരുന്നേനെ. നിറകണ്ണുകളോടെ രാമശാസ്ത്രി പറഞ്ഞു. അത്രയ്ക്കുണ്ട് നമ്മുടെ പാരമ്പര്യത്തിൻ്റെ സ്നേഹം. ഓരോ ചെറിയ കാര്യത്തിലും എത്രത്തോളം ശ്രദ്ധിക്കുന്നു. വിമർശനങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു മനസ്സാണ് നമുക്ക് എപ്പോഴും വേണ്ടത്. ദത്തഭഗവാനും അദ്ദേഹത്തിൻ്റെ അവതാരങ്ങൾക്കും സ്തുതി. സജ്ജനങ്ങളെ, ഉന്മത്തൻ എന്ന ഗ്രന്ഥത്തിൻ്റെ ഈ ഒരു അധ്യായത്തിൻ്റെ വായന ഇവിടെ അവസാനിക്കുന്നു. അടുത്ത അധ്യായവുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ഏവർക്കും നന്ദി, നമസ്കാരം.